നമസ്കാരം. കഴിഞ്ഞ ദിവസം പമ്പയിലും സന്നിധാനത്തും ഉണ്ടായിരുന്ന വലിയ തിരക്ക്, ആ തിരക്കെല്ലാം പ്രേക്ഷകർ നിരന്തരം തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ദേശീയ ദുരന്ത നിവാരണ സേനയായിട്ടുള്ള NDRF സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ്, പമ്പയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 20-ാം തീയതി പുലർച്ചെ 2 മണിയാണ് സമയം. ഈ സമയത്ത് NDRF പൂർണ്ണമായിട്ടുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. NDRF സംഘത്തെ നയിക്കുന്നത് മലയാളിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള പ്രതീഷാണ്. അദ്ദേഹമാണ് ടീം കമാൻഡർ. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യമായിട്ടാണ് പമ്പയിൽ എത്തിയതിനു ശേഷം ഒരു മാധ്യമത്തോട് ഇവർ സംസാരിക്കുന്നത്. സാർ നമസ്കാരം. ഇത്തവണ നിങ്ങൾ പമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ക്രൗഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇവിടെ തീർത്ഥാടകരുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് കേന്ദ്ര സംഘം എത്തിയില്ല, NDRF എത്തിയിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. സാർ, നമ്മളിപ്പം ആ ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർമിഷൻ ഒക്കെ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ പെർമിഷൻ കിട്ടുന്നതിൽ കുറച്ച് വൈകിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അല്ലാതെ വരാൻ മടിച്ചിരുന്നതൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ പെർമിഷൻ കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ വരികയാണ് ചെയ്തത്. ഇന്നലെ തന്നെ ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ക്രൗഡ് അത്യാവശ്യം കൂടുതലായിരുന്നു, അപ്പം അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞങ്ങളിപ്പോൾ പൂർണ്ണ 16 അംഗ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നല്ല സുതാര്യമായ രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ടീം എത്ര അംഗ ടീമാണ് എത്തിയത്? മുൻ വർഷങ്ങളിലൊക്കെ പമ്പയിലും സന്നിധാനത്തും ഇതിൻ്റെ ഇടയഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണോ ഇത്തവണയും സജ്ജീകരിക്കുന്നത്? അതെ, ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ 60 അംഗ ടീമാണ് വന്നിരിക്കുന്നത്. ഇതിൽ സന്നിധാനത്തും നടപ്പന്തലിലും ഇവിടെ പമ്പയിലുമായിട്ടായിരിക്കും ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുക. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെയും കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ ക്രമീകരിക്കാറുണ്ട്. നമ്മുടെ ടീമിനകത്ത് മലയാളികളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? ഓൾമോസ്റ്റ് നമുക്കൊരു 20-25% മലയാളീസ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഈ 60 അംഗ ടീമിൽ നിന്ന് തന്നെ ഒരു 25% നമുക്ക് മലയാളീസ് ആണ്. നമ്മുടെ ടീം നേരത്തെ സന്നിധാനത്തും ശബരിമലയിലൊക്കെ സേവനം ചെയ്തിട്ടുള്ള ടീമുകളും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടെ ഉണ്ടാകുന്ന കുറച്ചും കൂടി ഗുണകരമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെ, ഞങ്ങൾ കുറച്ച് പേര്, ഞാനും കഴിഞ്ഞ മുന്നത്തെ വർഷം ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ കഴിഞ്ഞ മുന്നത്തെ വർഷമായിട്ട് വന്നവർ തന്നെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 17-ാം തീയതി 18-ാം തീയതി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത് വലിയൊരു തീർത്ഥാടന തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. അപ്പം പലപ്പോഴും ഒരു സ്റ്റാമ്പേഡ് പോലും ഉണ്ടാകുമോ എന്ന് പോലും എല്ലാവരും ഭയന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു ഭയന്ന സാഹചര്യം ഉണ്ട്. ഇനി അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഒരു എന്താ പറയാ, പ്രശ്നങ്ങളൊന്നും വരാതെ ക്രൗഡിന് വളരെ സുതാര്യമായ രീതിയിലും നല്ല രീതിയിലും മുന്നോട്ട് പോയിട്ട് അവർക്ക് തൊഴുത് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. നമ്മൾ മുൻ വർഷങ്ങളിൽ NDRF ആയിക്കോട്ടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡിനൊക്കെ ചില തരത്തിലുള്ള ക്രൗഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ, ആ സംവിധാനങ്ങൾ ഇത്തവണ നടപ്പാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ട ആലോചനയിൽ തന്നെ ഉണ്ടാവില്ലേ? അതെ, ആദ്യമായിട്ട് ആലോചന നാളെ ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കും. ഇവിടുത്തെ എന്താ പറയുക, ഒഫീഷ്യൽസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ നടത്തി തരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അത് നമുക്ക് ഇനി ഉണ്ടെങ്കിൽ അത് നമ്മൾ മീറ്റിംഗിൽ സംസാരിച്ചിട്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതെ, ശനി ഞായർ ദിവസങ്ങളിൽ ഞായറാഴ്ച അധികം കാണില്ല. കഴിഞ്ഞ വർഷം ഞാനില്ലായിരുന്നു. അതിന് മുന്നത്തെ വർഷം ഞാൻ നോക്കുമ്പോൾ ഞായറാഴ്ച കുറച്ച് തിരക്ക് കുറവായിരിക്കും. ശനിയാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. താങ്ക്സ് സാർ. എന്തായാലും NDRF 60 അംഗ സംഘം പൂർണ്ണമായിട്ട് തന്നെ ചെന്നൈയിൽ നിന്നുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഈ രണ്ടാമത്തെ സംഘം വന്നതിൻ്റെ ബസ്സാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ പമ്പ പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ട് ഈ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. സംഘാംഗങ്ങളെല്ലാം തന്നെ ഇപ്പം വിശ്രമിക്കാനായി അവരവരുടെ റൂമുകളിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും രാവിലെയോടുകൂടി തന്നെ NDRF പൂർണ്ണമായിട്ടുള്ള സംഘം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി, അതായത് 20-ാം തീയതി പുലർച്ചയോട് തന്നെ ഈ സംഘം ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ചാർജ് ഏറ്റെടുക്കും. അതിനുശേഷം കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ സംഘം തിരിയും എന്നാണ് ടീം കമാൻഡർ കൂട്ടിയുള്ള മലയാളിയായിട്ടുള്ള പ്രതീഷ് നമ്മളോട് സംസാരിച്ചത്. പമ്പയിൽ നിന്നും ക്യാമറമാൻ ആദിത്യ പ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്.